ഹായ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ആനക്കരയിലുള്ളൊരു വിദ്യാർത്ഥി അധ്യാപകരോട് വളരെ മോശമായിട്ട് പെരുമാറുന്നതും ഭീഷണിപ്പെടുത്തുന്നതായിട്ടുള്ള ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലേറെ പ്രചരിപ്പിക്കപ്പെട്ടു. അതുപോലെ തന്നെ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി. ആ കുട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള പെരുമാറ്റം അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ് എന്നും അതുപോലെ തന്നെ അത് കൃത്യമായിട്ടുള്ള കറക്റ്റീവ് മെഷേഴ്സ് സ്വീകരിക്കേണ്ട കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ അക്കാര്യത്തെക്കുറിച്ച് ഞാനൊരു അൺപോപ്പുലറായിട്ടുള്ള മറ്റൊരു അഭിപ്രായമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അഭിപ്രായം കേട്ട് കഴിഞ്ഞതിന് ശേഷം മാത്രം തെറിവിളിക്കാം. ഏതൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ ഇൻസിഡൻറ്റിൻ്റെ പുറത്ത്, നമ്മുടെ മുമ്പിൽ ലഭ്യമായിട്ടുള്ള ഒറ്റ കാര്യത്തിൻ്റെ പുറത്ത് നമുക്ക് ഒരു മോശം വിദ്യാർത്ഥിയാണോ നല്ല വിദ്യാർത്ഥിയാണോ എന്ന് വിലയിരുത്താൻ കഴിയില്ല. പലപ്പോഴും നമ്മുടെ അനുഭവത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുള്ളത് അപ്പുറത്തെ ആ പ്രഷറിൽ പെരുമാറുന്ന ആളായിരിക്കില്ല ഒരു പക്ഷേ ആ ഒരു ദേഷ്യമൊക്കെ മാറിക്കഴിഞ്ഞ ഇയാളുണ്ടായിരിക്കാം. 18 വയസ്സ് പൂർത്തിയായിട്ടില്ലാത്ത ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലക്ക് തന്നെ അവനോട് നമ്മൾ അനുതാപപൂർവ്വം പെരുമാറുകയും അവനെ ചേർത്ത് പിടിക്കുകയും ചെയ്യേണ്ട ഒരു സാഹചര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ വീഡിയോക്കകത്ത് ആ കുട്ടി ടോർച്ചർ ചെയ്യപ്പെടുന്നുണ്ട് എന്ന് അവൻ പറയുന്നുണ്ട്, മാനസികമായി ടോർച്ചർ ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അത് ഈ ബാലാവകാശ കമ്മീഷനൊക്കെ പോലുള്ള ഏജൻസികൾക്ക് സ്വമേധയാ കേസെടുക്കാനുള്ള വകുപ്പുണ്ട്. ആ കുട്ടിയെ ഒരു കാരണവശാലും ആ കുട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാനസികമായിട്ടുള്ള പീഡനം, ടോർച്ചർ അനുഭവിക്കേണ്ടി വരുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, ഈ കുട്ടിയുടെ വീഡിയോ പിടിച്ച് പ്രചരിപ്പിച്ചതാണ്. സ്വാഭാവികമായിട്ട് ഒരു കുട്ടി ഇത്തരത്തിൽ മോശമായിട്ട് പെരുമാറുന്ന സമയത്ത് അത് ഒരു തെളിവായിട്ട് പാരൻസിനെ കാണിക്കാൻ, അതുപോലെ PTA ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ കാണിക്കാനൊക്കെ ഒരു വീഡിയോ എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അത് വ്യാപകമായി പ്രചരിപ്പിച്ചതിൽ ഗുരുതരമായ വീഴ്ച പറ്റിയിട്ടുണ്ട്. ഒരു കാരണവശാലും അധ്യാപകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. ആ കുട്ടിയെ അത് കാണിച്ചു കൊടുക്കാൻ, അവനെ തന്നെ കറക്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ആ വീഡിയോ ഉപയോഗിക്കാം. പക്ഷേ അതിലപ്പുറത്തേക്ക് ആ ഒരു വീഡിയോ ആ കുട്ടിയുടെ ഭാവിയെ തന്നെ തകർക്കുന്ന തരത്തിൽ നിരുത്തരവാദിത്വപരമായിട്ട് പ്രചരിപ്പിച്ചത് തെറ്റാണ്. ആ കുട്ടിയും കുട്ടിയുടെ പാരൻസൊക്കെ പരാതി കൊടുക്കുകയാണെങ്കിൽ ആ അധ്യാപകർക്ക് വളരെ വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ളൊരു നടപടിക്രമമാണ് അവർ ചെയ്തിട്ടുള്ളത്. ഈ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പഠനകാലത്ത് അവർ ഈ BEd ഉൾപ്പെടെയുള്ള കോഴ്സുകളൊക്കെ പഠിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് അവരുടെ കുട്ടികളുടെ സൈക്കോളജി പഠിപ്പിക്കുന്നുണ്ട്. ഈ കുട്ടികളുടെ സൈക്കോളജി പഠിപ്പിക്കുന്നത് വെറുതെ എക്സാം എഴുതിയിട്ട് മാർക്ക് വാങ്ങിയിട്ട് ക്വാളിഫിക്കേഷൻ മേടിക്കാൻ വേണ്ടി മാത്രമല്ല. അത് അധ്യാപകരായി ജോലി ചെയ്യുന്ന സമയത്ത് ഓരോ കുട്ടിയെയും അവനായി മനസ്സിലാക്കിയിട്ട് അവനോട് ചേർന്ന് നിന്ന് അവൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അവനെ ഇത്തരം അവരുടെ സ്വഭാവ രീതികളിൽ നിന്നൊക്കെ മാറ്റി ഒരു നല്ല പൗരനാക്കി വളർത്തിയെടുക്കാനുള്ളൊരു പരിശ്രമം നടത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അധ്യാപകർ കുട്ടികളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി അവരോട് ചേർന്ന് നിന്ന് വേണം പ്രവർത്തിക്കാൻ. ഇതുപോലെ ഒരു കുട്ടിയുടെ ഭാവി തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഒരു കാരണവശാലും ഒരു അധ്യാപകരുടെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല. മാത്രമല്ല, ഇപ്പോൾ കുട്ടിയെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതൊന്നും ഇതിന് പരിഹാരമല്ല. ആ ഒറ്റ വീഡിയോയുടെ പുറത്ത് അങ്ങനൊരു തീരുമാനം എടുത്തതും തെറ്റായ തീരുമാനമാണ്. ഇത് വിശദമായി പരിശോധിച്ചിട്ട് ഈ കുട്ടിയെക്കുറിച്ചും അവിടുത്തെ സാഹചര്യങ്ങളെക്കുറിച്ചും കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എടുക്കേണ്ട നടപടിയാണ് ഇപ്പോൾ വളരെ പെട്ടെന്ന് എടുത്തിട്ടുള്ളത്. സാമൂഹ്യ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചതിൻ്റെ അതിൻ്റെ ഭാഗമായിട്ട് ആളുകളുടെ ഭാഗത്തുണ്ടായ ആ ഒരു വിളികൾ കേട്ടിട്ട് എടുത്ത തീരുമാനമായിട്ടാണ് അത് മനസ്സിലാക്കുന്നത്. തെറ്റായ തീരുമാനമാണത്.